അയ്യോ കിട്ടിയോ? മിടുക്കി, നീയാണ് എന്റെ മകൻ. പിന്നെ അതാ നായ്ക്കരുടെ മോളല്ലേ? പോയി, എല്ലാം പോയി. എന്റെ അരമന വീടും 500 ഏക്കറും പോയി. അവള് മനസ്സിൽ കണ്ടപ്പോ നിങ്ങള് മരത്തെ കണ്ടു, നിങ്ങള് മരത്തെ കണ്ടപ്പോ ഞാൻ മാനത്ത് കണ്ടു. നീ എന്തുവാടി പറയുന്നേ? എന്തുവാ പറയുന്നത്? അവള് പോലും അറിയാതെ കത്ത് ഞാൻ മാറ്റിയെന്ന്. വേണ്ട, കണ്ടോ കത്ത്? നീ എങ്ങനെ ഒപ്പിച്ചെടി കനകം? അതൊക്കെ ഒപ്പിച്ചു എന്റെ സ്വർണ്ണച്ചാ. പകരം വെള്ള കടലാസ കവറിൽ വെച്ചിരിക്കുന്ന. അപ്പൊ അരമന വീട് 500 ഏക്കർ നമുക്ക് കിട്ടിയിട്ടാ. പറയാറായിട്ടില്ല. ഇപ്പം മച്ചാന് കിട്ടുന്നത് വെള്ളക്കടലാസായിരിക്കും. പക്ഷെ ശിക്ഷ കഴിഞ്ഞവൻ നേരെ വരുന്നത് ഇങ്ങോട്ടായിരിക്കും. വേണ്ട വേണ്ട വേണ്ട, അതിനു മുമ്പ് ആ പല്ലി എവിടുന്ന് പറഞ്ഞു വിടണം. അതിനാ പല്ലി എവിടുന്ന് പോണ്ടേ? പോകും, അവൾക്ക് പോയേ പറ്റൂ. നമ്മളല്ല, ഇവിടുത്തെ നാട്ടുകാരവളെ അടിച്ചോടിക്കും. അതിനുള്ള കെണി ഞാൻ ഒപ്പിച്ച് വെക്കും. இவ்வளவு நாளும் காட்டாத ஒரு தனி சினேகம் இன்னைக்கு மட்டும் காட்டுற. അത് മുനിയാണ്ടേ, ഈ മുതലാളി തൊഴിലാളി സ്വരൂപിരുന്നാലേ വീടും നന്നാവൂ, നാടും നന്നാവൂ. നീ ഇത് കുടിക്കേ. போதுவையா போதும். இனிமே நான் இந்த தண்ணியை சாப்பிட்டா அந்த தண்ணியில குளிச்சு சத்து போயிடுவையா. നിനക്ക് കുടി കുറച്ച് കൂടുന്നുണ്ട്. തണ്ണി ജാസ്തി ജാസ്തി. என்னையா വാക്കി കൊടുത്തിട്ട് പോക്കർത്തറ சொல்றியா? മുനിയാണ്ടി, ഇത്തവണത്തെ കൃഷിയൊക്കെ അല്പം മോശമായിരുന്നു. அதுக்கு நான் என்ன பண்றது? போன வருஷமே 2 பம்பு வாங்கி கொடுக்க சொன்னா வாங்கி கொடுக்கல, கை வர்றா போனே. அப்படின்னு என்ன கூப்பிட்டா போதுமாயா? നീ വാ, അടുത്ത കൃഷിയെ പറ്റി പറഞ്ഞുതരാം. വാ വാ വാ, വാടാ. വിത്തിനുള്ള ചേന ആ മുറി കട്ടിലിനടി വെച്ചിട്ടുണ്ട്. പോയെടുത്തോണ്ട് വാശല്ലേ. മുതലാളിയുടെ ചേന ഏൻ അമ്മ ഇരിക്കുന്ന മുറിയിലെല്ലാം കൊണ്ട് വെக்கிறீங்க? എന്റെ ചേന നിന്റെ ഭാര്യയുടെ മുറി കൊണ്ട് വെക്കണം. അതെല്ലാം വെക്കக்கூடாது. തന്തയുടെയും തള്ളയുടെയും പേരുകളാൻ ജനിച്ചവൾ. പെണ്ണെന്ന് വിളഞ്ഞപ്പോഴേ അവരെ മേലോട്ട് കെട്ടിയെടുത്തില്ലേ? രാമനാര് പറ. രാമനാരല്ല, കുട്ടനായരാ. ഏതെങ്കിലും ഒരു നായര് പറ. കുടുംബത്തോടെ കഴിയുന്ന വീടായത്. നാളെ ആളറിഞ്ഞാൽ ആർക്കാ നാണക്കേട്? ചേച്ച വന്നേ വന്നേ, ഒരു തമിഴ് മച്ചാന്റെ കാര്യവും പറഞ്ഞ എവളിവിടെ വന്നത്. അവനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നവരെ എവളിവിടെ താമസിച്ചോള അത്രേ. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോടി. നീ നോയിക്കോ, നോയിക്കോ നോയിക്കോ. എടേ വാലോർക്കാൻ, പള്ളി വാലോർക്കാൻ. ഇങ്ങോട്ട് അവനെ വിളിച്ചിറക്കടി. നീ വിളിച്ചു കയറ്റിയതിന്റെ രഹസ്യക്കാരനെ. തോന്നിവാസം പറയരുത്. ഇപ്പൊ കാണിച്ചു തരാമടി തോന്നിവാസം കാട്ടി ആരാണെന്ന്. നീ ഇറങ്ങി വാടാ. നീ ഇങ്ങോട്ട് ഇറങ്ങുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഞാൻ അങ്ങോട്ട് വരാം. എന്നാ കൂട്ടോ? ഇതാണ് ചണ്ടയാ? ഇല്ല അയ്യാ ശബ്ദം പോയറ്റാ. എന്താ അകത്തുനിന്ന് ആരെങ്കിലും കിട്ടിയോ? അങ്ങനെ ഉണ്ടെങ്കിലേ അത് ഈ മുറിയിലായിരിക്കില്ല. പെണ്ണായിട്ട് ഇവിടെ ഞാൻ മാത്രമല്ലല്ലോ. ഇറങ്ങണ്ട, ഞങ്ങളല്ലേ നീയാ. ഇറങ്ങാം. അതിനെന്റെ മച്ചാനിക്ക് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഇറങ്ങണ്ട. വീണ്ടും ഒരു മച്ചാങ്കഥ. കുറെ നാളായി നീ പറയുന്നല്ലോ ഞെക്കാൻ വരുന്നു നക്കാൻ വരുന്നു. അങ്ങനെ ഒരു തൊണ്ടയ്ക്ക് പറ. എന്നാ ഇങ്ങോട്ട് എഴുന്നള്ളുന്നു പറയണേ. കണ്ടോ നിന്ന് പരിങ്ങുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഇവക്ക് മച്ചാനേ ഇല്ല, എല്ലാം പച്ചക്കള്ളാണ്. നമ്മളെല്ലാം വെറും വിഡ്ഢികളാണെന്നാണ് അവളുടെ വിചാരം. നോക്കിയിരിക്കാതെ ഭാഗം ചോദിക്കണായരെ. ആരാ നിന്റെ മച്ചാൻ? ഏൻ കഴുത്തി താലി കെട്ടിവര്. എങ്കിലാ താലി ഒന്ന് കാണിക്ക. കാണിക്കടി. എന്താ പിള്ള ഇത്? ഇതുപോലുള്ള താലികൾ നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു മച്ചാനുണ്ടെങ്കിൽ അവൻ എന്ന് വരുമെന്ന് എവള് പറയട്ടെ. എവള് പറയില്ല. അവൻ എന്ന് വരും? ഇനി ഒന്നും പറയണ്ട. എവളെ പിടിച്ച് പുറത്താക്കിത്താ. പറയാം അടുത്ത വാരം, അടുത്ത ആഴ്ച. അതുവരെ നമുക്ക് ക്ഷമിക്കാം. അവൻ വന്നില്ലെങ്കിൽ
നിന്നെ പിടിച്ച് പുറത്തിറക്കുന്ന ഞാനായിരിക്കില്ല, ഈ നാട്ടുകാരായിരിക്കും. അത് നീ ഓർത്തോ. കേട്ടല്ലോ? എല്ലാരും പിരിഞ്ഞു നോക്കൂ, എല്ലാരും പിരിഞ്ഞു പോകും. ദൈവമേ, മാർത്താണ്ഡന്റെ അടുത്ത അഭ്യാസം. സ്വർണ്ണച്ച, അവളോട് വെല്ലുവിളിച്ച് ഇറങ്ങി പോന്നാലേ അവള് പറഞ്ഞതുപോലെ ആ മച്ചാനങ്ങാനും വന്നു കയറി നമ്മളെന്തോ ചെയ്യും? എടി മണ്ടത്തരത്തിന് കൈയും കാലും വെച്ചവളെ കഴുത കനകം. അവളൊരു ധൈര്യത്തിന് എങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് അവള് മച്ചാൻ എഴുതിയ കത്ത് നീയല്ലേ അടിച്ചു മാറ്റിയത്. പിന്നെ എങ്ങനെയാ മച്ചാൻ വരും? അത് ശരിയാ, ഞാൻ അതൊക്കെ മറന്നുപോയി. ഞാനത് മറന്നിട്ടില്ലടി. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനൊരു കളി കളിച്ചത്. നീ നോക്കിക്കോ, ഒരാഴ്ചക്കകം അവളുടെ മച്ചാൻ ഇവിടെ വന്നില്ലെങ്കിൽ അവള് പറഞ്ഞല്ല പച്ച കള്ളവാണെന്ന് തെളിയും. അവള് പൊയ്ക്കോളും. ഇല്ലെങ്കിൽ ഞാൻ അവളെ അടിച്ചോടിക്കും. കൂട്ടിന് നാട്ടുകാരും ഉണ്ടാവും. ഭഗവതി, ആനയുടെ ബുദ്ധി എന്റെ സ്വർണ്ണച്ചന്. ആനയുടെ നല്ലടി കഴുതയെ പൂച്ചയുടേത്. ഏത് ശരി, ഏത് ഉത്തരത്തേന്ന് വീണാലും ഈ പൂച്ച 4 കാലേ നിൽക്കും, അറിയാവോ? ഞാൻ അന്നേ പുനിയാണ്ടേ, എന്താ നീ അന്ന് അല്ലിയുടെ മുറി നീ എങ്ങനെ രക്ഷപ്പെട്ടു? അതുവാ അത് വന്ന് അപ്പറമാ சொல்றேன். പറഞ്ഞിട്ട് പോടാ. അരമന വീട്. അല്ലി അരമന വീട് ഗോവിന്ദരാജപുരം. കനകം എന്താ അവൾക്കൊരു എഴുത്തുണ്ട്. ആർക്ക്? പള്ളിക്ക്. എനിക്ക് വായിക്കാൻ ശക്തിയില്ല. മുൻ ലെറ്ററിലിരുന്ന് അങ്ക നടന്നതെല്ലാം தெரிஞ்சு போச்சு. ஒரு வாரத்துக்குள்ள நான் அங்க வந்துடுவேன். உன்னை பற்றி யாரு மோசமா சொன்னாலும் நான் அவன் கழுத்தை துண்டம் துண்டமா வெட்டிடுவேன். இப்படிக்கு உன் மச்சா மாறி முத்து. ஐயோ, சொர்ணம், வெள்ளம் கொண்டு வா, வெள்ளம் கொண்டு வா, വെള്ളം. അതെ, ഇങ്ങോട്ട് വരുന്ന മച്ചാ നമ്മുടെ മെക്കെട്ട് കയറാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ബലത്തിന് ആരാ ഉള്ളത് സ്വർണ്ണച്ചാ? ഉണ്ടല്ലോടി കനകം. ആരാ? മിനിയാണ്ടി, മാങ്ങാണ്ടി. ഊതിയാ പറക്കുന്ന ഒരു അപ്പപ്പന്താടിയാ ബലത്തിന്. പിന്നൊരു കാര്യം ഉറപ്പാ, ആ മച്ചാനെ കൊല വെട്ടുന്നത് പോലെ നിങ്ങളുടെ തല വെട്ടും. അയ്യോ അയ്യോ, നീ എന്നെ പേടിപ്പിക്കാടി. അതിനെ പറ്റി ഒരാളെ പറഞ്ഞ എന്തിനാ തല വെട്ടാൻ? അല്ലടി വെട്ടാണ്ടിരിക്കാൻ. ഓ എന്റെ ഭഗവതി, ഒരാപത്ത് വന്നപ്പോ ആരുമില്ലാണ്ടായല്ലോ. അതെ സ്വർണ്ണച്ചാ, നമ്മുടെ ഗോമതി ചേച്ചിയുടെ മോനൊരു ഒരു ഗുസ്തിക്കാരനുണ്ടല്ലോ, എന്താ അവന്റെ പേര്? കണ്ണപ്പൻ. ഒരു വിളഞ്ഞ ഇറക്കനാവൻ. എന്തെങ്കിലും ആട്ടെ, നമുക്ക് അവനെ വിളിച്ചാലോ? ഭ്രാന്ത് പറയുന്നോടി. എന്താ? ചമ്മന്തി അരയ്ക്കുന്ന അമ്മിയിൽ ആരെങ്കിലും ചന്ദനം അരയ്ക്കോടി. മച്ചാന്റെ കയ്യിൽ നിന്ന് തലരക്ഷിക്കാൻ ആ ഗുസ്തിക്കാരനെ വരച്ചാലേ അവൻ എന്റെയും നിന്റെയും തല കൊണ്ടു. ആ ഫയൽമാൻ ഫൽഗുനന്റെ വിത്ത അവൻ. ഇതൊക്കെ സ്വന്തം സഹോദരിമാരെയും കൈക്കുഞ്ഞുങ്ങളെയും ഇവിടുന്ന് അന്ന് അടിച്ചിറക്കി വിടുമ്പോ ആലോചിക്കണമായിരുന്നു. അന്ന് അരമന വീടും 500 ഏക്കറും കൈ കിട്ടിയപ്പോ നിങ്ങൾ വലിയ ജമീന്ദാരായി. ഞാൻ അന്നേ പറഞ്ഞതാ. ഞാൻ വിളിച്ച ചേച്ചി കണ്ണപ്പനെ ഇങ്ങോട്ട് അയക്കുവോ? അതൊക്കെ അയക്കും. ഭാനുമതി ചേച്ചിയെ പോലെ അല്ലല്ലോ. ഗോമതി ചേച്ചി ഒരു പാവമായതുകൊണ്ട് അയക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. എന്നാ അവനെ വരുത്താനുള്ള വഴി നോക്കാം. അതെ, തല വേണമല്ലോ. ഗുസ്തി എങ്കി ഗുസ്തി. ഞാൻ അമ്മണിക്കുട്ടൻ. മറന്നുപോയോ? എന്താടാ കോലം കെട്ടി പേടിപ്പിക്കുന്നോ? ദൈവം തന്ന കോലത്തി രക്ഷയില്ലാത്തോണ്ടല്ലേ ഈ കോലത്തി. കാര്യം എന്തായി? പിന്നെ ഞാൻ പറഞ്ഞോണ്ട് പിന്നെ കേട്ട് എന്തായി പറഞ്ഞോ? പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് മൊത്തം ഇടറേ. മറ്റേതോടെ ഇറേ. ഇന്നാ കൊടടെ, ഇന്നാ കുളിപ്പിച്ച് കിടപ്പ്. ഇനി രാജപ്പനുമായിട്ടുള്ള ഒരു ഗുസ്തി മത്സരത്തിന്. ഗുസ്തി മത്സരത്തിന് കണ്ണപ്പനില്ലെന്ന്. അയ്യോ, എന്റെ പൊന്ന് പിള്ളച്ചേട്ടാ, ചതിക്കല്ലേ. ഫയൽമാൻ ഫൽഗുനൻ ചതിക്കില്ല. കണ്ണപ്പൻ ഗുസ്തി മത്സരത്തിന് എത്തും. പോരെ? അത് മതി. അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം? പിള്ളച്ചേട്ടൻ പറയുന്നത്. അതെ, ഗുസ്തി മത്സരം കഴിയുന്നവരെ ഷാപ്പിന് എന്റെ ചെലവ് നിങ്ങൾ വഹിക്കണം. സമ്മതിച്ചോ? സമ്മതിച്ചു. എങ്കിൽ ഫയൽമാൻ ഫൽഗുനൻ പിള്ളയുടെ 2 മക്കളും ഒരിക്കൽ കൂടി ഗോതയിൽ ഏറ്റുമുട്ടും. പെട്ടെന്നൊരു ഭൂതോദയം തോന്നി അനന്തരവനെ വിളിച്ച് സഹായിക്കാൻ ഈ മാർത്താണ്ഡംപിള്ള അത്ര ശുദ്ധഗതിക്കാരനൊന്നുമല്ലമ്മേ. ഷെഡിലായ ഒരു ഗുസ്തിക്കാരനും അയാളുടെ 2 ഭാര്യമാരും തിരിച്ചറിവാകാത്ത 2 പിള്ളേരും ആ അരമന വീടിന്റെ പടിയിറങ്ങുമ്പോ അയാൾ ചിരിച്ചൊരു കൊല ചിരിയുണ്ടല്ലോ, അത് അച്ഛൻ പറഞ്ഞു ഇന്നും എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അതൊക്കെ ഓർത്ത് അവനിപ്പോ ദുഃഖിക്കുന്നുണ്ടാവും. അതായിരിക്കും ഇപ്പൊ ഇങ്ങനെ ഒരു കത്ത് എഴുതിയത്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പോവില്ല. മോനെ, മക്കൾ എപ്പോഴും നന്നായിരിക്കണമെന്നേ ഒരമ്മ ആഗ്രഹിക്കുള്ളൂ. അമ്മ 2 ആണെങ്കിലും രാജപ്പനും നിന്റെ അച്ഛന്റെ രക്തത്തിലെയാ. പരസ്പരം കടിച്ചു കയറി ചാവുന്നതിനേക്കാളും കണ്ണെത്താ ദൂരത്ത് നീ സുഖമായിട്ട് ജീവിക്കുന്നു അറിഞ്ഞാൽ മാത്രം മതി അമ്മയ്ക്ക്. അമ്മ പറഞ്ഞതിന് മോനെതിരൊന്നും പറയരുത്. മാർത്താണ്ഡംപിള്ള തൻകാര്യക്കാരനായിരിക്കാം, പക്ഷേ എന്റെ അനിയനാ.
എന്തെങ്കിലും ആവശ്യമില്ലാതെ അവന് ഇങ്ങനൊരു കത്ത് എഴുതില്ല. മോൻ അവനെ സഹായിക്കണം. ഞാൻ പോവാം. പക്ഷെ അന്ന് ചെയ്തതൊക്കെ തെറ്റാണെന്ന് അമ്മാവനെ ബോധ്യപ്പെടുത്തി ഒരു ചെറിയ കൊട്ടു കൊടുത്തില്ലെങ്കിൽ അത് അച്ഛനോട് ചെയ്യുന്ന ചതിയാവും. പിന്നെ ഞാൻ പോണ കാര്യം ആ രാജപ്പനോ ഇവിടുത്തെ കുസ്തിപ്രാന്തന്മാരോ അറിയണ്ട. ഞാൻ ബോംബെക്ക് പോയിന്ന് പറഞ്ഞാൽ മതി. അല്ല പിന്നെ ഒരു കാര്യം, ഈ അമ്മാവനെ കണ്ടാൽ ഞാനെങ്ങനെ തിരിച്ചറിയും? കുട്ടിക്കാലത്ത് കണ്ടിട്ടില്ലല്ലേ? അതിനെന്താ, നിനക്ക് അമ്മാവനെ കണ്ടറിഞ്ഞൂടെ? ഓ, നീ കണ്ണപ്പനാണെന്ന് പറയണം. നീ എന്തിനാ ചിരിക്കുന്നേ? അമ്മിണിക്കുട്ടന്റെ ഗുസ്തി ഇത്തവണ ഊഞ്ഞാല. മൈക്ക് ഓൺ ചെയ്യടേ. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. കലാസ്നേഹികളെ, ഗുസ്തി പ്രേമികളെ, ചില സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിപ്പോയ നിങ്ങളെ ഒരു ആവേശപൂർവ്വം കാണാൻ കാത്തിരുന്ന വമ്പിച്ച ഘട്ടാ ഗുസ്തി മത്സരം പൂർവാധിക ഭംഗിയോടുകൂടി ഏതാനും നിമിഷങ്ങൾക്കിടയിൽ ഗോതയിൽ അരങ്ങേറുകയാണ്. ഈ നാടിന്റെ അഭിമാനമായ ശ്രീ കണ്ണപ്പൻ പൈമാലും ഈ നാടിന്റെ അഭിമാനമായ ശ്രീ രാമനെന്ന ഒരു കാര്യം പറയാനുണ്ടോ? കണ്ണപ്പൻ മുങ്ങി. ഒന്നും പേടിക്കണ്ട. തീപ്പൊരിച്ചന്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 3 പേരാ. കൈ വേണോ കാല് വേണോ എന്ന് പറഞ്ഞാൽ ശരി ശരി. ഏത് സമയത്തും നിങ്ങൾ ഈ പരിസരത്തിൽ ഉണ്ടാവണം. എപ്പോഴാ മച്ചാൻ വരുന്നതെന്ന് അറിയില്ല. കേട്ടിടത്തോളം ഒരു തമിഴന്റെ ലക്ഷണമാണ്. പിന്നെ കൈയും കാലും മുറിച്ചു കളയണ്ട, അടിച്ച് ഒടിച്ചാ മതി. പിന്നെ അത് പൊങ്ങരുത്. രജനി സ്റ്റൈൽ എന്നാ തനി സ്റ്റൈൽ ഇതായ പുത്ത് പടത്തിലെ പോയിട്ടോ വേണം പാക്കലാം. இது யாரு? ஊர்ல புதுசா வந்திருக்காரு. யாரு இவரு? நீங்க யாருங்க? അരമന വീട്. அரமன வீடா? ஐயா மச்சான் வந்தாச்சு. ஐயா ஓடாயா இல்லையா? ஐயா அல்லியக்காவோட மாரிமுத்து மச்சான் வந்தாச்சு. എന്നിട്ട് എവിടെ? போஸ்ட் ஆபீஸ் முன்னாடி ஜீப்ல வந்து இறங்கி இருக்கா. என்ன பார்த்ததும் அரமனை வீடு எங்கன்னு கேட்டேன். நான் சொல்லல, முடியாதுட்டேன். ഇതുവഴിതാ വരുവാ. നിങ്ങൾ അങ്ങോട്ട് പോക്കോ. ശരി, നീ അങ്ങോട്ട് പോ. നിങ്ങൾ എന്നോട് വാ. നീ അവിടെ പോയി നിന്നോ. വാടാ. ഇവനവൻ തന്നെ. എന്തോരം കണ്ടല്ലോ. പോയി മുട്ട.